പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു എന്നുള്ളൊരു വിവരമുണ്ട്. സർജറിക്കിടയിൽ അബദ്ധം സംഭവിച്ചെന്ന ഡോക്ടറുടെ കുറ്റസമ്മതം കൂടിയുണ്ട്. ചിറമനേങ്ങാട് സ്വദേശി പൂളന്തറയ്ക്കൽ ഇല്യാസ് എന്ന 41-കാരനാണ് മരിച്ചത്. ഗുരുതര ചികിത്സാ പിഴവുണ്ടായി എന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഒരു കയ്യബദ്ധം പറ്റി ഞങ്ങളുടെ കയ്യിൽ, ക്ഷമിക്കണമെന്ന്. 41 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 3 ചെറിയ മക്കളാണ് അദ്ദേഹത്തിന്. വാടക വീട്ടിലാണ് താമസം. ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ടാണ് ആ കുടുംബവും, ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വളരെ ലാഘവത്തോടു കൂടി, എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നതെന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യബദ്ധം പറ്റിയെന്ന്. അനസ്തേഷ്യ കൊടുക്കേണ്ട ഡോക്ടർ കൃത്യമായി അളവ് പരിശോധിച്ചിട്ടുണ്ടോ എന്നോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനം ഉണ്ടോ എന്നോ, ഹോസ്പിറ്റലിനകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററോ അതല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നതിന് വേണ്ട മിഷനറികളോ ഇല്ല എന്ന് മാത്രമല്ല, ഒരു ICU ഇല്ലാത്തൊരു ആശുപത്രി, അതല്ലെങ്കിൽ ICU പോട്ടെ, ഒരു ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ലാത്തൊരു ആശുപത്രി, അതിലെല്ലാം ഉപരി ഒരു വെന്റിലേറ്റർ സംവിധാനം. അവർ പറയുന്നത് ബ്രീത്ത് ഇഷ്യൂസ് വന്നതെന്നാണ്. പകരം കൊടുക്കാൻ എന്താണ് സംവിധാനം? MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഇതിപ്പോൾ ഒരു മരണം സംഭവിക്കുന്നു. അത് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി എന്നുള്ളത്. ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത്? അതായത് ഇന്നലെ വൈകുന്നേരം 3 മണിയോട് കൂടിയാണ് ഈ ഇല്യാസ് ഈ ഹെർണിയയുടെ ചികിത്സയ്ക്കായി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. ആ സമയത്ത് ആശുപത്രിയിലെ ഈ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും പിന്നീട് ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. 8:30 3:30 ശസ്ത്രക്രിയ ആരംഭിച്ചു. 8:30 കൂടിയാണ് ഈ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു വിവരം ഈ ആശുപത്രി അധികൃതർ നൽകുന്നത്. പക്ഷേ ആ വിവരം എന്ന് പറയുന്നത് തങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റി, രോഗി മരിച്ചു എന്നുള്ള വിവരമാണ്. ആദ്യം അബദ്ധം പറ്റിയെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെയാണ് ഈ ബന്ധുക്കളോട് കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്ന് ഈ ബന്ധുക്കളൊക്കെ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുകയും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും പോലീസും സ്ഥലത്തെത്തുകയും ഒക്കെ തന്നെ ചെയ്തു. ഒടുവിൽ ഈ ആശുപത്രി അധികൃതർ ആശുപത്രിയുടെ ലെറ്റർ പാഡിൽ തന്നെ എഴുതി നൽകുകയാണ് ഉണ്ടായത്. ഈ ശസ്ത്രക്രിയയിലെ പിഴവാണ് ഈ രോഗിയുടെ മരണത്തിന് കാരണം എന്നുള്ളത്. ഹെർണിയ രോഗത്തിന് വേണ്ടി ചികിത്സയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് വന്നതാണ്. ആ സമയത്താണ് അതിന്റെ ശസ്ത്രക്രിയക്കിടയിലാണ് ഈ ഒരു മരണം സംഭവിച്ചത്. ഹൃദയാഘാതം സംഭവിച്ചു, ശ്വാസം ലഭിച്ചില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് ഈ ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഒട്ടും സൗകര്യമില്ലാത്ത ഒരു ആശുപത്രി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ആ ശസ്ത്രക്രിയ നടത്തിയ മുറിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൽ വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യം മാത്രമല്ല, ഒരു തരത്തിലും ഒരു ചെറിയ മുറിവ് വെച്ച് കെട്ടാൻ പോലും ഒരു ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വൃത്തിഹീനമായൊരു മുറിയാണ്. അതിനുള്ളിലാണ് ഈ ശസ്ത്രക്രിയയും നടന്നത്. മാത്രമല്ല ഈ ആശുപത്രിയിൽ ഈ പ്രൊസീജിയർ റൂമിലും ശസ്ത്രക്രിയ മുറിയിലുമൊക്കെ തന്നെ നൽകിയ മരുന്നുകളെ സംബന്ധിച്ചും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇത് ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ് ഇവിടെ നൽകിയിരുന്നത് എന്നുള്ളതാണ്. അവിടെ എത്തി ഇതിനകത്ത് പരിശോധന നടത്തിയ ഈ നാട്ടുകാർ തന്നെ, അതായത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ പരിശോധന നടത്തിയപ്പോഴാണ് അതിനുള്ളിൽ നിന്ന് ഇത്രയധികം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്താനും കഴിഞ്ഞത്. എന്തായാലും ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങളാണല്ലോ ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് മുന്നിലേക്ക് വരുന്നത്. ഒന്ന്, ചികിത്സാ പിഴവ് മൂലം ഒരു രോഗി മരിച്ചിരിക്കുന്നു, ആ കാര്യം ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ആശുപത്രിയിലെ സൗകര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു രോഗിക്ക് പോലും കൃത്യമായിട്ട് കടന്നു ചെന്ന് ചികിത്സിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഡോക്ടറെ സംബന്ധിച്ച് എന്തെങ്കിലും നടപടി വന്നിട്ടുണ്ടോ? അയാൾ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ അബദ്ധം സംഭവിച്ചു എന്ന്. ഈ ആശുപത്രിയിലെ ഡോക്ടർ തന്നെയാണ്, അതായത് ഈ ഒരു കൃത്യമായി ഇതിൽ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. വിജയൻ നായർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഡോക്ടറാണ് ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനകളൊക്കെ തന്നെ ആശുപത്രിയിൽ നടത്തിയിരുന്നു. മാത്രമല്ല ആളുകൾ ബഹളം വെച്ചതോടുകൂടി അവിടെ ഒരു മറ്റ് സംഘർഷാന്തരീക്ഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ്, ഏകദേശം 12:30 ഈ കാര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധവും ഒക്കെ തന്നെ അവിടെ നടക്കുന്നത്. അതിനുശേഷം പോലീസും ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായ പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ശേഷം കൃത്യമായ നടപടി എടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടി
നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കാരണം കൃത്യമായ തെളിവ് ശേഖരണമൊക്കെ തന്നെ നടത്തണം. അങ്ങനെയുള്ള ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. എന്തായാലും പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ശേഷമാണ് ഇനിയിപ്പോൾ വിശദമായ ആ കാര്യങ്ങളിലൊക്കെ കടക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായൊരു കാര്യമാണ്. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചത്. ഈ സർജറിക്കിടയിൽ തനിക്ക് അബദ്ധം സംഭവിച്ചു എന്ന് ഡോക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുറ്റസമ്മതം കൂടി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ആശുപത്രിയിലെ പല സൗകര്യങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായ പല പ്രശ്നങ്ങളുമാണ് മുന്നിലേക്ക് വരുന്നത്. ആ ദൃശ്യങ്ങളിൽ പലതുമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടതും. MS ലിഷോയാണ് കാര്യങ്ങൾ പറഞ്ഞത്.